അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എൻ്റെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എൻ്റെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എൻ്റെ ഈമാനിൽ വർധനവ് തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് നിന്റെ ഈമാൻ ഉറച്ചാൽ ലോകത്ത് ഒരുത്തനും നിന്നെ പിഴപ്പിക്കാൻ കഴിയില്ല. സാക്ഷാൽ ശൈത്താൻ പോലും, സാക്ഷാൽ ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോകും പെണ്ണ്. നിന്റെ ഈമാനിന്റെ മുന്നിൽ സർവ്വതും പരാജയപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാ. ഒരു പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയ ഒരു ചരിത്രം പടച്ചവനെ, ഒരു പെണ്ണിന്റെ ഈമാൻ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ ഒരു ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരുടെ ചരിത്രമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാണ്, ഒരു ഖബർ പ്രകാശിക്കുകയാണ്. വല്ലാത്ത ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ഏത് പ്രവാചകന്റെ ഖബറാണ്? ആ പ്രകാശിക്കുന്ന ഖബറാരുടേതാണ്? വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അതൊരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ, ഒരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി ആരാ പടച്ചവര്? ഖബർ പ്രകാശിക്കുന്നോ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നോ, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണാരാട്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ് നബിയേ. ആരാണ് മാഷിതയെന്നറിയുമോ? ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത്തവേ, നിനക്കാരാ മാഷിത എന്ന് പറയുന്ന പെണ്ണാരെന്ന് നിനക്കറിയുമോ? ആ പെണ്ണിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശാറുള്ള കാരണം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല്, ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്, ആരാണ് മാഷിത? ആരാണ് മാഷിത? മാഷിത ബീവിയുടെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, മുത്തുനബിയേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ് നബിയേ. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവന് ആരും അറിയാതെ മാഷിതാ ബീബി മുസ്ലിമായി. കാരണം ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. ആരും അറിയാതെ മുസ്ലിമായി. പടച്ചവനെ, മൂസാ നബി പറഞ്ഞു കൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിതാ. അങ്ങനെ പടച്ചവനെ, മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ, മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്താണ് മൂസ
മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നത്. മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് കൊണ്ട് ബിസ്മിയങ്ങ് ഉറക്കെ പറയുകയാണ്. ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്, ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്. പടച്ചവനെ വാപ്പയുടെ ചെവിയിലെത്തി, ഫിറഔനിന്റെ ചെവിയിലെത്തി കഴിഞ്ഞു. മാഷിത്താ ബീബി മുസ്ലിമാ എന്ന വാർത്ത അതാ ഫിറഔൻ അറിയുകയാ. കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തിറഞ്ഞ നാണക്കേടാട്. അതുകൊണ്ട് ഒരുപാട് ആരും അറിയാതെ ഉപദേശിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ മാഷിത്താ ബീബി അവിടെ നിന്ന് പിന്തിരിയുന്നില്ല. പടച്ചവനെ അങ്ങനെ കൊട്ടാരത്തിലെ മറ്റുള്ളവരറിയാൻ തുടങ്ങി, നാട്ടുകാരറിയാൻ തുടങ്ങി. എല്ലാവരും അതാ മാഷിത്താ ബീബി മുസ്ലിമായ കാര്യമറിയുമ്പോ ഫിറഔന് തന്റെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അവസാനം യോഗത്തിലെടുത്ത തീരുമാനം എന്തെന്നറിയുമോ? എങ്ങനെയെങ്കിലും ഇവളെ പുതിയ മതത്തിൽ നിന്ന് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാഷിത്താ, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? മാഷിത്താ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? മാഷിത്താ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും മാറ്റമില്ല, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂല. റബ്ബേ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവര് ചെയ്തതെന്തെന്നറിയുമോ? മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, 10 വയസ്സിന്റെ താഴെ മാത്ര പ്രായമുള്ള തന്റെ പൊന്നാര മകളെ പിടിച്ചുകൊണ്ട് വന്ന് അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, മാഷിത്താ, ഇനി പറ, അല്ലാഹനെ വേണോ പഴയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതം വേണോ അതോ പഴയ മതം മതിയോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോൾ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കളയുമെന്ന് ശത്രുക്കൾ പറയുമ്പോ മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചെയ്തതെന്തെന്നറിയുവോ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിന് വില പറയുമ്പോ മാഷിത്താ എന്ന് പറയുന്ന ഇസ്ലാമുള്ള അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഹൃദയത്തിൽ ദുആ ചെയ്ത് ഈമാൻ ഉറപ്പിച്ച മാഷിത്തയുണ്ടല്ലോ, തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് പറയുന്നു, പൊന്നുമോള്, ഒരിക്കലും എന്റെ പൊന്നുമോള് കരയരുത്, നമ്മള് സ്വർഗത്തിലാ, നമ്മള് സ്വർഗത്തിലാ. തന്റെ പൊന്നാര മകളോട് പറയുകയായിന് സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മാഷിത്താ ബീബി യാത്രയാക്കുകയാണ്. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് തന്റെ പൊന്നാര മകള് കിടന്ന് നിലവിളിക്കുന്നത്, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുകയാണ്. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കരിഞ്ഞ ശരീരമെടുത്ത് വെളിയിലിട്ടു. രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്താ, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇത് നിന്റെ രണ്ടാമത്തെ മകളാണ്. പടച്ചവനെ, മാഷിത്ത അവിടെന്ന് പതറിയില്ല. തന്റെ പൊന്നാര കുഞ്ഞിനെയും അവിടെന്ന് യാത്ര പറഞ്ഞ് യാത്രയാകുകയാണ്. രണ്ടാമത്തെ കുഞ്ഞും കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരിയുകയാണ്.
പടച്ചവനെ ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ്. അവര് മൂന്നാമത് കൊണ്ടുവന്നതാരെയും അറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോനയാ മാഷിതാ ബീബി റളിയല്ലാഹു തആലയുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, അവന് പാല് കുടിക്കുന്ന പ്രായമാണ്. ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിനെ വിലപേശുകയാണ്. മാഷിതാ, നിന്റെ പൊന്നാര മകനെയൊന്ന് നോക്കും മാഷിതാ, രണ്ട് മക്കളും പോയതുപോലെയല്ലോ. നീ ഇവനെ കണ്ട് കൊതി തീർന്നില്ലല്ലോ, ഇവന് പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, ഇവനെ സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. മാഷിതാ, കൊല്ലണോ? ഈ പിഞ്ചു കുഞ്ഞിനെ കൂടെ കൊന്നു കളയണോ മാഷിതാ? മാഷിതാ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി, അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ. പടച്ചവനെ, മാഷിതാ ബീവിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ശത്രുക്കൾ വിചാരിച്ചു തോറ്റുപോയെന്ന്, മാഷിത പരാജയപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാരും തന്റെ ഉമ്മാനെ കളിയാക്കുകയാ. തന്റെ ഉമ്മ നിന്ന് കരയുകയാണ്. ആ സമയത്ത് ചിരിക്കുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട്, ആ ചിരിച്ചു കൊണ്ടിരുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അവൻ അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാ. പാല് കുടിക്കുന്ന കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറില്ല, പക്ഷേ അതാ പടച്ചവന് ആ പൊന്നുമകനെ മാഷിതാ ബീവിയുടെ പൊന്നുമോനുണ്ടല്ലോ, അവിടന്ന് വിളിക്കുന്നു, യാ ഉമ്മാ ഇക്തഹമീ. അവിടന്ന് വിളിക്കുന്ന ഉമ്മ, കരയല്ലേ ഉമ്മ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാടുമ്മോ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ. അതുകൊണ്ട് ഉമ്മ, ഇവന്മാരെന്ത് ചെയ്താലും തോറ്റുകൊടുക്കരുത്. എന്റെ ഉമ്മ എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമോ? പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞ് തന്റെ ഉമ്മയോട് വിളിച്ചു പറയുകയാ, ഉമ്മ, നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് പടച്ചവര് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്നെ യാത്രയാക്കുമ്പോ. അവിടെന്ന് മാഷിതാ ബീബി റളിയല്ലാഹു തആല തന്റെ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അതാ ശത്രുക്കള് തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാഷിതാ ബീബി കരഞ്ഞില്ല പെങ്ങള്, നിന്നെ പോലെ പേടിച്ച് പറച്ചിട്ട് ഈമാൻ കളഞ്ഞിട്ട് പടച്ചവനെ അവിടെന്ന് ഓടാ തയ്യാറായില്ല. ഈമാൻ ഉറച്ചാൽ അങ്ങനാണ്, ഈമാൻ ഹൃദയത്തിൽ കേറിയാൽ അങ്ങനാണ്. അല്ലാഹുവാണ് സർവ്വതിനെക്കാളും വലിയതെന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നാ അത് തകർക്കാൻ ആർക്കും കഴിയില്ല. മാഷിതാ ബീബിയുടെ 3 മക്കളും മരിച്ചുപോയി. സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, മാഷിതാ ബീബിയുടെ മുന്നിൽ വന്നിട്ട് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാഷിതാ. ഇത് പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല. പടച്ചവനെ 300 കൊല്ലം കടലിൽ കിടന്നിട്ടും പടച്ചവനെ അല്ലാഹു അവനെ നശിപ്പിച്ച് കളയാതെ ഇന്നും പടച്ചവനെടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും പഠിക്കാരാ. ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ഇന്നും സാക്ഷാൽ ഫിറഔനിന് പടച്ചവനെ അല്ലാഹു കാണാൻ വെച്ചിരിക്കുന്നത് വരുന്ന തലമുറകൾക്ക് അവനെ കണ്ടു പഠിക്കാരാ. കാരണം അവനാണ് പറഞ്ഞത്, അന റബ്ബുകുമുൽ അലാ, ഞാനാണ് പടച്ചവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔന്
അവനാണ് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായി പെണ്ണിനോട് പറയുകയാ, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റടി മാസിത്താ, നിന്നെ കൊല്ലാൻ പോവുകയാണ്. എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വല്ല മോഹവുമുണ്ടെങ്കിൽ പറ, വല്ല അഭിലാഷമുണ്ടെങ്കിൽ പറ. മാസിതാ ബീവി കരഞ്ഞ് വിളിച്ചിട്ട് എന്നെ കൊല്ലരുതെന്നല്ല പറഞ്ഞത്, എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ അതേ കുഴിക്കകത്ത് എന്റെ മക്കളുടെ എല്ലും കൂടെ നിങ്ങളാ കബറിന്റെ അകത്തിടണേ. എന്റെ മക്കളെ കൂടെ എന്നെ കബറടക്കുന്ന കബറിന്റെ അകത്ത് തന്നെ കുഴിച്ചിടണേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇത് ഈമാൻ ഉറച്ചാൽ ഒരു പെണ്ണെങ്ങനെയാകുമെന്ന് പഠിക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ, പടച്ചവനോട് ദുആ ചെയ്തോ. ഈ സദസ്സിലിരിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു താക്കീതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്, പടച്ചവനെ ഭയത്തിലാണ്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ പെട്രോൾ അടിച്ചിട്ട് ജീവനോടെ കത്തിക്കുന്ന കാഴ്ച കാണുമ്പോ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ, നമുക്കൊക്കെ വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതൊക്കെ സാമ്പിളാ മോനെ, ഇതൊക്കെ സാമ്പിളാടാ, ഇതൊന്നുമല്ലടാ. ഇതിനെക്കാളും വലിയ അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ തുടക്കമാണ്. പെട്രോൾ അടിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന മതഭ്രാന്തന്മാര്. പടച്ചവൻ, ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലുതൊക്കെ വരാൻ പോവുകയാണ്. അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അള്ളയാടാ ചോദിച്ചത്, നീ സ്വർഗം അങ്ങ് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോടാ? എന്തിനാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തരുന്നത്? ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുകിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയി പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചു ചാട്ടമാറ് കൊണ്ട് തല്ലിയ കഥ പറഞ്ഞു തരുന്നത് വെറുതെ സുഖിക്കാനല്ല. സുമയ്യാ ബീബിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം പറയുന്നത് വെറുതെയല്ല. മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് തലയുടെ നേർഭാഗത്തവന്റെ ഉച്ചയിൽ ഈർച്ചവാള് വെച്ചിട്ട് രണ്ട് കഷ്ടമായി മുറിച്ച കഥകൾ പറയുന്നത് വെറുതെ കേൾക്കാറല്ല. ഇതൊക്കെ ഈമാൻ ഉറയ്ക്കാരാ, മാനസികമായി തയ്യാറെടുക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷപ്പെടണോ, ഇനി രക്ഷപ്പെടണോ, നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇനി രക്ഷ വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഈമാൻ ഉറപ്പിക്കലാ, നിന്റെ ഈമാൻ പ്രകാശിപ്പിക്കലാ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല ചെറുപ്പക്കാരാ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്. ഫലമ്മായതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നീ കരുതിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നരകമോചനം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നല്ല മരണം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, സമ്പത്തിൽ അഭിവൃദ്ധി വേണമെന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചോ, പക്ഷേ അതൊക്കെ ചോദിക്കാൻ മറന്നു പോയാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ
നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അത് റബ്ബിനോട് ദുആ ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉറയ്ക്കാനുള്ള ഒന്നാമത്തെ വഴി എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയണം, സമ്പത്ത് വർദ്ധിപ്പിച്ചതാ അല്ലാ, ആരോഗ്യം വർദ്ധിപ്പിച്ചതാ അല്ലാ, എല്ലാം വർദ്ധിപ്പിച്ചതാ, ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, ചോദിച്ചോ. പക്ഷെ നീ മറക്കാതെ ഒന്നുകൂടെ ചോദിക്കണം, എൻ്റെ ഈമാൻ, എനിക്ക് തന്ന ഈമാൻ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്താൽ മതി, വർധനവുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി രക്ഷപ്പെടാൻ ആകെ ഉള്ള വഴി അതൊക്കെ ഉള്ളൂ. അല്ലാതെ വാട്സപ്പിൽ എടാ തല്ലിക്കൊല്ലുന്നു, കത്തിക്കുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതൊന്നുമല്ല. ഇനി വരാൻ പോകുക, ഇതൊക്കെ സാമ്പിളാ. ഇനി ഇതിനേക്കാളും വലുതൊക്കെ ഇങ്ങോട്ട് വരാൻ പോകുക, അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഈമാൻ അങ്ങോട്ട് ഇപ്പോഴേ ഉറപ്പിച്ചു, അതേ വഴിയുള്ളൂ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ എന്തോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഉള്ള കാര്യമില്ലേ പറഞ്ഞേ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. അവിടെ ഇവിടെയൊക്കെ ഇന്ന് മൊബൈലുകളിൽ കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ്. ബിലാൽ തങ്ങളുടെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രം, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, ഹംസ ഇവരുടെയൊക്കെ ചരിത്രം വെറുതെ അല്ല. നീ ഇതുപോലെ അനുഭവിക്കേണ്ടവനാ, ഒരുങ്ങാൻ വേണ്ടിയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കുകയാ, എൻ്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമല്ല. എടാ, എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗം ഓസിനൊന്നും തരൂല ഞാൻ. അത് കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടും ത്യാഗമൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചാലേ കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഈ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വന്നെന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനാണെങ്കിൽ ഇപ്പൊ എല്ലാരും സാമ്പത്തികമായിട്ട് തകർന്നു അല്ലേ? സാമ്പത്തികമായിട്ട് ഞാൻ അനീഷിനോട് ചോദിച്ചു, വല്ല കച്ചവടം ഉണ്ടോ? ഇല്ല ഉസ്താദ്, പിരിവ് ചോദിക്കാൻ തന്നെ പേടിയപ്പോ എല്ലാവരുടെ അടുത്ത്. ഇപ്പൊ പൈസ ചോദിക്കാൻ തന്നെ പേടിയാ. എല്ലാവരും പറയുന്നത് സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ? ഗൾഫൊക്കെ തീർന്നു ഉസ്താദ്, GST വന്നു, കേന്ദ്ര സർക്കാർ വന്നു, ഇതൊക്കെയാ നിന്റെ വീട്ടിൽ പട്ടിണിയാകാനുള്ള കാരണം. നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പട്ടിണിയും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ആരാ? കേന്ദ്ര സർക്കാർ അല്ലേ? നമ്മൾ പറയണതിന് മറുപടിയാ. നമ്മൾ പറയണത് നമ്മുടെ വീട്ടിലെ കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരാ കാരണം, കേരള സർക്കാരാ കാരണം, അല്ലെങ്കിൽ നോട്ട് നിരോധന കാരണം അല്ല. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ് നിന്റെ വീട് പട്ടിണിയായത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യം പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് അവൻ രാജ്യം ഭരിക്കുന്നുണ്ടാ? ആണോ? അല്ല, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട്. ഞാൻ അങ്ങനെ പറയും, നിന്റെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ പട്ടിണി. അല്ലാതെ ഓനെ ഒന്നും ആരും ഒന്നും പറയണ്ട. അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓനും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളയാ, അല്ലാതെ അവനല്ല. അവന്റെ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു റബ്ബ് മുകളിലിരിക്കുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ ഇത്ര ദാരിദ്ര്യവും പ്രയാസവും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരാമീൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദര, എടാ, നമ്മളൊക്കെ ഇങ്ങനെ ആരുടെ വീട്ടിലാ പട്ടിണി? ഈമാനുള്ള ഒരുത്തന്റെ വീട്ടിലും പട്ടിണിയും പ്രയാസമൊന്നും ഇല്ല. ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. തെണ്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അമീനെ മൊബൈലിന് പൊക്കട കൈ രക്ഷപ്പെടണ്ടേ? മരിക്കുന്ന ചങ്ങാതി, കേന്ദ്ര BJP ഭരണമല്ലടാ, സാക്ഷാൽ ഇനിയിപ്പോ ഒരുത്തം വരാണ്ട് ദജ്ജാൽ ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്കാം. ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലഷെഡിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഒറ്റ
ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പട്ടിണിയില്ലാതെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് ആവശ്യമൊന്നുമില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. എടാ, നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്ക് വല്ലതും ഉണ്ടോ? നിന്റെ വീട്ടിൽ പെണ്ണ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന തെണ്ടാതെ ജീവിക്കണമെങ്കിൽ നീ ചെയ്. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.